ഹായ് ഗായ്സ്, ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കണവ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല വലിപ്പമുണ്ട്, കണ്ടോ? എൻ്റെ കയ്യിലിരുന്നപ്പോൾ കണ്ടോ എത്ര വലിപ്പമുണ്ടെന്ന്. നല്ല വലിയ കണവയായിരുന്നു, 1 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അതിനതാ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്തിനാണെന്നറിയോ? തോരൻ വെക്കാനാണ് കേട്ടോ. അതിലേക്ക് ദാണ്ട് ഇതുപോലത്തെ ഒരു ചെറിയ 3 വാഴക്കയോട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കണവയെ ചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുക. അതൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചാൽ മതി. അതാണ്ട് അത് കുറച്ചൊന്ന് വെന്ത് വന്നു. അതിലേക്ക് നമ്മളിതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക അത് നല്ല വൃത്തിയായി കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വാഴയ്ക്ക പെട്ടെന്ന് വേവും, ഒരുപാട് സമയമില്ല. ഇതാന്ന് പറയുന്നത് വേവും. പെട്ടെന്ന് തന്നെ വാഴയ്ക്കയും വെന്തു, കണവയും വെന്തു. ഇനി അത് മൂടി വെച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി മിക്സി ജാറിലോട്ട് കുറച്ച് തേങ്ങയിട്ട്, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട്, 2-3 കഷ്ണം ചെറിയ ഉള്ളി ഇട്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കണവ ആയതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ജീരകം, ഒരു പിടി കറിവേപ്പില, പിന്നെ അത് വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്, പിന്നെ ലേശം മുളക് പൊടി എരിവിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഇതാ കണവയിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഫ്രഷ് കണവയായിരുന്നു കേട്ടോ. പിന്നെ അതിലോട്ട് കടുകും കരിവേപ്പിലയും താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ആദ്യം ഒഴിച്ചില്ല, അതുകൊണ്ട് അവസാനമാണ് കടുകും കരിവേപ്പിലയും താളിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കണവ തോരൻ റെഡി. നല്ല അടിപൊളി കണവ തോരൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.